നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ ദേവയാനി നയനയും ആദർശും ഹണിമൂണിന് പോയ കാര്യങ്ങളെക്കുറിച്ച് സന്തോഷത്തോടു കൂടി അവരെക്കുറിച്ച് ആലോചിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ആ ഒരു സമയത്താണ് അനാമിക ദേവയാനിയുടെ അടുത്തോട്ട് വരുന്നത്. അനാമികയ്ക്ക് അവർ പോയതിൽ വളരെയധികം ദേഷ്യമുണ്ട്. അങ്ങനെ ദേവയാനിയെ ഒന്ന് ചൂട് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അനാമിക ദേവയാനിയോട് പറയുന്നുണ്ട്, വല്യമ്മേ ഇത് അവൾ മനഃപൂർവ്വം ആദർശേട്ടനെ മയക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഹണിമൂണിന് പോകാനുള്ള ഒരു തീരുമാനത്തിലെത്തിയത്. ആദർശേട്ടൻ്റെ മാത്രം തീരുമാനമല്ല, അവളായിരിക്കും ആദർശേട്ടനെ കൊണ്ട് നിർബന്ധിപ്പിച്ചത്. ഇനിയിപ്പോൾ തിരികെ വരുന്ന സമയത്ത് വല്യമ്മയോട് അത്ര സ്നേഹം അടുപ്പമൊന്നും ആദർശേട്ടനുണ്ടാവില്ല. അതിൽ നിന്നൊക്കെ മയക്കി എടുക്കും ആദർശേട്ടനെ അവള്. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ വല്യമ്മയുടെ അടുത്ത് നിന്നും ഒരുപാട് മയക്കി എടുത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ പണ്ടത്തെ പോലുള്ള ആ ഒരു അടുപ്പമൊന്നും ആദർശേട്ടൻ കാണിക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ അനാമിക ദേവയാനിയോട് പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ കേട്ടിട്ട് ദേവയാനി ഇങ്ങനെ ചിന്തിക്കുകയാണ്, എൻ്റെ മരുമകളെ എന്താണെന്നുള്ളതും എൻ്റെ മരുമകൾ എന്താ ചിന്തിക്കണം എന്നുള്ളതും അവളുടെ സ്വഭാവത്തിൻ്റെ ഗുണം എന്താണെന്നുള്ളതും ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. അത് നീ എനിക്ക് മനസ്സിലാക്കി തരേണ്ട കാര്യമില്ല എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അനാമിക പറയുന്നതൊക്കെ കേട്ട് നിൽക്കുകയല്ലാതെ അനാമികയ്ക്ക് ഒരു മറുപടിയും ദേവയാനി കൊടുത്തിട്ടില്ല. അങ്ങനെ അനാമിക പിന്നീട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശനെയും മുത്തശ്ശിയാണ്. ആ സമയത്ത് അവർ രണ്ടുപേരും നയനയും ആദർശം പോയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. എന്നിട്ട് വരുന്ന സമയത്ത് സന്തോഷ വാർത്തയും കൊണ്ട് ആയാൽ മതിയായിരുന്നു വരുന്നത്. അവർക്കൊരു കുഞ്ഞു ജനിച്ച് കാണണമെന്ന് ഞാൻ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നയനയുടെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജലജയും അതുപോലെ തന്നെ അഭിയും അതുവഴി വരുന്നത്. അങ്ങനെ അവരെ കണ്ടിട്ട്, അല്ല നിങ്ങളെങ്ങോട്ടാ, അടുത്ത ഗൂഢാലോചന നടത്താൻ വേണ്ടിയിട്ടാണോ പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഞങ്ങൾക്ക് അത്തരത്തിലുള്ള ഗൂഢാലോചന നടത്തേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ ജലജ പറയുന്നുണ്ട്. അപ്പോൾ നിനക്കിപ്പോൾ വേറെ ഇവിടെ ചിന്തിക്കാനൊന്നും സമയമില്ലല്ലോ. നിന്റെ മരുമകൾ ഒരുത്തി ഇവിടെ ഉണ്ടല്ലോ. അവളുടെ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് നീ ചിന്തിക്കുന്നുണ്ടോ? ഒരു ഗർഭിണിയല്ലേ? ഒരു ഗർഭിണിയായിരിക്കുമ്പോൾ ഇവിടെ നടത്തേണ്ട ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചിട്ടുള്ള ബോധമൊക്കെ നിനക്കുണ്ടോ? ഒന്നുമില്ലെങ്കിൽ ഇവിടെയുള്ളവർക്കൊക്കെ നമ്മൾ അത് നടത്തിയത് നീ കണ്ടിട്ടില്ലേ? എന്നിട്ടും നീ എന്താ അതേക്കുറിച്ചൊന്നും ചിന്തിക്കാത്തത്? അതിനർത്ഥം നിനക്ക് അവളെക്കുറിച്ചുള്ള ചിന്തയോ നിന്റെ പേരക്കുട്ടിയെക്കുറിച്ചിട്ടുള്ള ചിന്തയോ ഇല്ലെന്നല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ കേട്ടിട്ട്, ഓ ഇനിയിപ്പോൾ അവൾക്ക് എന്ത് ചടങ്ങ് നടത്താൻ, വലിഞ്ഞു കയറി വരുന്നവർക്ക് ഇവിടെ ചടങ്ങൊന്നും നടത്തേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ചൂടാവുകയാണ്. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചടങ്ങ് നടത്തിയിട്ടുണ്ടോ അതൊക്കെ നവ്യയ്ക്കും നയനയ്ക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നടത്തണം. അല്ലാതെ നിങ്ങൾക്കൊരു രീതി അവൾക്കൊരു രീതി എന്നുള്ള രീതിയൊന്നും ഇവിടെ നടക്കില്ല എന്നൊക്കെ മുത്തശ്ശൻ പറയുകയാണ്. അങ്ങനെ പിന്നീട് ദേവയാനി ആദർശിനെ ഫോൺ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. മോനെ യാത്രയൊക്കെ എങ്ങനെയുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ആദർശ് പറയുന്നുണ്ട്, ഏയ് എനിക്ക് കുഴപ്പമൊന്നുമില്ല, പിന്നെ അമ്മയുടെ പുന്നാര മരുമകൾക്കും ഒരു കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ആദർശ് പറയുന്ന സമയത്ത്, ഞാൻ നിന്റെ കാര്യമല്ലേ ചോദിച്ചിട്ടുള്ളൂ, അല്ലാതെ അവളുടെ കാര്യം ഞാൻ ചോദിച്ചില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുന്നുണ്ട്. എന്നിട്ട് ആദർശിനോട് വളരെയധികം ശ്രദ്ധിക്കാനും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് റോഡിൽ കുഴികളും ഒക്കെ ഉണ്ടാകും, അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം പോകാൻ, വല്ല അപകടം ഉണ്ടാകുന്നതൊക്കെ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം വണ്ടി ഓടിക്കാൻ എന്നൊക്കെ പറയുന്ന സമയത്ത്, ഇതെന്താ കുണ്ടിലും കുഴിയിലും ഒക്കെ ചാടിച്ച് പോവാൻ ശ്രദ്ധിക്കാനൊക്കെ പറയാനെന്താ നയന ഗർഭിണിയാണോ എന്നൊക്കെ ഇങ്ങനെ ആദർശ് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് കേട്ടിട്ട്, നീ എന്താ ഞാൻ എന്ത് നിന്നോട് പറഞ്ഞാലും അവളുടെ പേര് വലിച്ചിടുന്നത്, അവളുടെ കാര്യം നിന്നോട് ഞാൻ ചോദിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്തിനാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട്. എന്നിട്ട് ഏതായാലും നിങ്ങൾ വളരെയധികം സൂക്ഷിച്ചും കണ്ടും പോവണം, യാത്രയൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് തണുപ്പാണ്, നിന്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണം എന്നൊക്കെ ദേവയാനി പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അവർ ഫോൺ വെച്ച സമയത്ത് ആദർശ് ദേവയാനി പറഞ്ഞ കാര്യങ്ങളൊക്കെ നയനയോട് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് ഏതായാലും മോനെ കുറിച്ചിട്ടുള്ള ടെൻഷനിലാണ് അമ്മ നിൽക്കുന്നത്, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് അമ്മ വിളിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ട്. എന്നിട്ട് പോകുന്ന സമയത്ത് എനിക്കും ടെൻഷനുണ്ട്, ഇനി അവിടെ എത്തുന്ന സമയത്ത് തണുപ്പ് അധികമുണ്ടെങ്കിൽ ആദർശേട്ടന് അത് കുഴപ്പമാകുമോ എന്നുള്ള ഒരു ടെൻഷൻ എനിക്കുമുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത്, അതൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല, അതൊക്കെ നന്നായിട്ട് ഞാൻ ശ്രദ്ധിച്ചോളാം എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുകയാണ്. അങ്ങനെ പിന്നീട് അവർ റൂമിലൊക്കെ എത്തുന്നുണ്ട്. റൂമിലൊക്കെ എത്തിയ സമയത്ത് അവർ ഫ്രഷ് ആയിട്ടൊക്കെ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. ആദർശ് സ്നേഹത്തോടു കൂടി നയനയൊക്കെ ഇങ്ങനെ അടുത്തോട്ട് പിടിച്ചിങ്ങനെ നിർത്തുന്നുണ്ട്. എന്നിട്ട്, ഞാൻ ഒരിക്കലും ഇങ്ങനെയുള്ളൊരു അവസരം നമുക്ക് കിട്ടുമെന്നോ നമ്മൾ മാത്രമായിട്ടുള്ള ഒരു സമയം നമുക്ക് വേണ്ടി ഉണ്ടാകുമോ എന്നുള്ളതൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. വളരെയധികം ആഗ്രഹിച്ചതാണ് ഇങ്ങനെയുള്ളൊരു യാത്ര. പക്ഷെ അത് ഇത്ര പെട്ടെന്ന് നടക്കുമെന്നോ അമ്മ സമ്മതിക്കുമെന്നുള്ളതോ ഞാൻ കരുതിയില്ല എന്നൊക്കെ സന്തോഷത്തോടു കൂടി നയനയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുകയാണ്.
ഇതേ സമയം ദേവയാനിയാണെങ്കിൽ ഇവരെക്കുറിച്ചിട്ടുള്ള ആലോചനയിലാണ്. അങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് നയന ഛർദ്ദിക്കുന്നതും വാഷ് ബേസിൽ വന്ന് ഛർദ്ദിക്കുന്നതും ദേവയാനി പുറകിലൂടെ വന്നിട്ട് പുറമൊക്കെ ഒഴിഞ്ഞു കൊടുക്കുന്നതും നയന ഗർഭിണിയാണെന്നുള്ള സ്വപ്നവുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ദേവയാനി. തിരിച്ചു വരുന്ന സമയത്ത് ആ ഒരു സന്തോഷ വാർത്തയുമായിട്ടായിരിക്കും അവർ വരിക എന്നുള്ള ആ ഒരു സന്തോഷം കൊണ്ട് മതിമറന്ന് എല്ലാം മറന്ന് നിൽക്കുകയാണ് ദേവയാനി.